ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് വിശേഷവിധിയായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ വിഷയം സഹസ്രാബ്ദ വാഴ്ചയും യഹൂദനും എന്നുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തെ അധികരിച്ച് ആധാരമാക്കി ഒരാളുടെ പ്രസംഗം കേൾക്കുവാൻ ഇടയായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിശോധന നടത്തണം എന്ന് തോന്നിയതുകൊണ്ട് എല്ലാവർക്കും അത് പ്രയോജനമാകുമെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച അത് യഹൂദനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ള ആശയമാണ്. സഹസ്രാബ്ദ വാഴ്ച എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവിൽ കൂടെയല്ല അദ്ദേഹം സംസാരിച്ചതെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിനെ ബന്ധപ്പെടുത്തി കുറേ വേദഭാഗങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ പഴയ നിയമത്തിൽ മുഴുവൻ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന് അബ്രാഹാമ്യ സന്തതി എന്ന നിലയിൽ വാഗ്ദത്തങ്ങൾ, പൗരോഹിത്യ കുലത്തിനുള്ള പദവികൾ, രാജകീയ പൗരോഹിത്യ കുലം അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ആശയങ്ങളൊക്കെയാണ്. അത് നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യം ആണ് അതിൻ്റെ ആദ്യം അദ്ദേഹം സംസാരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ന്റെ 5, 6. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾ എനിക്കൊരു വിശുദ്ധജനമായിരിക്കും. മാത്രമല്ല ഒരു പുരോഹിത രാജത്വവും ആയിരിക്കും എന്ന് മോശ ഇസ്രായേലിനെ യഹോവയുടെ വാക്കുകൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. യഹോവയുടെ വചനം അവർ അനുസരിച്ചാൽ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സീനായി മലയിൽ വെച്ച് ന്യായപ്രമാണം പ്രാപിക്കുകയും അവിടെ നിന്ന് അവർ യാത്ര തുടർന്ന് കനാൻ ദേശത്ത് പ്രവേശിച്ചു. ജാതികളെ കീഴടക്കി, രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു. അവർ അവിടെ താമസം ആരംഭിച്ചു. ദൈവം അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു, അവരെ ഭരിക്കേണ്ടത്. 450 സംവത്സരം ഇസ്രായേലിനെ ന്യായാധിപന്മാർ ഭരിച്ചു. അതിൻ്റെ ശേഷം അവർക്ക് രാജഭരണം കൈവന്നു. 513 വർഷം ഇസ്രായേൽ രാജഭരണത്തിന് കീഴായി. അവരുടെ അവസാനത്തെ രാജാവ് സിദക്കിയാവായിരുന്നു. ഈ രാജാക്കന്മാരുടെ ഭരണകാലങ്ങൾ, അവരുടെ ഭരണക്രമം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ അന്ന് മോശ അവരോട് കൽപ്പിച്ച എല്ലാ വചനങ്ങളിൽ നിന്നും അവർ പിന്മാറിയതായി കാണാൻ കഴിയും. എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കണം, എൻ്റെ വചനം പ്രമാണിക്കണമെന്നുള്ളതാണ് താക്കീത്. ഇസ്രായേൽ കനാൻ ദേശത്ത് വന്ന്
വിദ്യാമൂർത്തികളെയും ബിംബങ്ങളെയും സങ്കല്പ ദൈവങ്ങളെയും അന്യജാതിക്കാരുടെ ദേവന്മാരെയും ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും അവസാനമായിട്ട് അവർ ചെയ്ത നീചകൃത്യം അവരുടെ കുഞ്ഞുങ്ങളെ മോളോക്കിന് ബലിയർപ്പിച്ചു. ജാതികളിൽ പോലും ഇല്ലാത്ത ഒരു ഒരു ആരാധനയ്ക്കുള്ള ആഗ്രഹം, ദൈവത്തിൻ്റെ മനസ്സിൽ പോലും തോന്നാത്ത ഒരു കാര്യം ഇസ്രായേലിൽ. ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല ആളുകൾ പ്രസംഗിക്കുന്നത്. അവര് ദൈവത്തിൻ്റെ വചനം വിട്ട് പിന്മാറി. 2 ദിനവൃത്താന്തം 36:14 മുതൽ 19 വരെ നമുക്ക് വായിച്ചു നോക്കാം. അവിടെ എന്താ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു? അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ചു വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരെയോ കന്യകയെയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ നിരസിച്ചു. അവരുടെ വാക്ക് കേട്ടനുസരിക്കാതെ ദൈവത്തോട് പാപം ചെയ്തു. അതിൻ്റെ പേരിൽ കൽദയ രാജാവ് വന്ന് യെരൂശലേമിനെ നശിപ്പിച്ചു. യെരൂശലേമിലെ ആലയത്തിൽ നിന്നും എല്ലാ ഉപകരണങ്ങളും എടുത്തുകൊണ്ടുപോയി യെരൂശലേം ദേവാലയം തീക്കിരയാക്കി അവരെ ബദ്ധരാക്കി കൊണ്ടുപോയി ബാബേലിലേക്ക്. കേട്ടോ, അപ്പോൾ യഹോവയുടെ വചനം അവരനുസരിച്ചോ? 450 സംവത്സരം ന്യായാധിപന്മാർ ഭരിച്ചു. 513 വർഷം രാജാക്കന്മാർ ഭരിച്ചു. അതിൻ്റെ ശേഷം ഇസ്രായേല് ആ അനുസരണക്കേടിൻ്റെ ശിക്ഷ ബാബേൽ പ്രവാസത്തോടുകൂടി പ്രാപിക്കുന്നു. അപ്പം ഇസ്രായേൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അവർ വിശ്വസിച്ചില്ല. അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞതുപോലെ ആ വാഗ്ദാനത്തിൻ്റെ നിവൃത്തി എന്നോണം മോശയോട് പറഞ്ഞു, ഈ കാണുന്ന ദേശമൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി കൊടുക്കും എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ശാശ്വതാവകാശം ഭൗമികത്തിലുമില്ല ആത്മീയത്തിലുമില്ലാതെയായി. ഇസ്രായേൽ ശേഷം മനുഷ്യരെ കഴിഞ്ഞും അധപ്പതിച്ച അവസ്ഥയിലായി. ഇസ്രായേലിൻ്റെ ചിത്രം ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പം ഇസ്രായേൽ ഇങ്ങനെ പാപം ചെയ്തു എന്നുള്ള കാര്യം ദാനിയേൽ പ്രവാചകൻ സമ്മതിച്ച് ഏറ്റുപറയുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ച് അവരുടെ പാപത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകൻ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ ഒക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കുക ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ദാസനായ മോശ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അത് ഞങ്ങൾ ചെയ്തില്ല എന്ന് ഇവിടെ ദാനിയേൽ ഏറ്റു പറയാം.
ദൈവത്തോട് മത്സരിച്ചു. അവൻ്റെ ചട്ടങ്ങളെ ഞങ്ങൾ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ശിക്ഷ അനുഭവിക്കുന്നു. അപ്പം ഇസ്രായേല് ഈ കാലമത്രയും ഈ രാജകീയ പുരോഹിത കുലത്തിൻ്റെ അംഗങ്ങളായി തീരുവാനുള്ള പ്രവൃത്തികളാണോ ചെയ്തത്? ഇതാണോ രാജകീയ പുരോഹിത കുലത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ജീവിതവും പ്രവൃത്തിയും? ഇതാണോ? ഇതല്ല. അതുകൊണ്ടാണ് ജഡിക ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചത്. ഇനിയിപ്പോൾ ആ ശിക്ഷ, ബാബേലിലെ ശിക്ഷ 70 സംവത്സരം കൊണ്ട് തീർന്നു ഇരിക്കട്ടെ. ആ ശിക്ഷ തീർന്നു. ദൈവം അവരെ കോരേശിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവർക്ക് യെരുശലേം പണിയുവാനും അതിൽ ആരാധന നടത്തുവാനുള്ള അവകാശം വീണ്ടും നൽകുകയാണ്. അപ്പം ഇതിനു മുമ്പുള്ള ശിക്ഷയും കുറ്റങ്ങളും ഒക്കെ ഇവിടം കൊണ്ട് അവസാനിച്ചു വന്നിരിക്കട്ടെ. ഇനിയെങ്കിലും ഇവർക്ക് രാജകീയ പുരോഹിത കുലത്തിൽ അംഗങ്ങളായി തീരുവാൻ, ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സമയമുണ്ട്. അതിന് മനസ്സുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഇസ്രായേല് മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പണിയുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ പണിയുടെ ആരംഭം മുതലുള്ള കുറേ സമയം 70 ആഴ്ചവട്ടം ഇസ്രായേലിന് പ്രത്യേക ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ദൈവം നീക്കിവെക്കുന്നു. ഇപ്പൊ ഒരു തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കണം. മിസ്രൈമിൽ നിന്ന് സീനായി മരുഭൂമിയിൽ വന്നു. സീനായി മലയിൽ വെച്ച് ന്യായപ്രമാണം പ്രാപിക്കുന്നു. അവിടെ നിന്ന് ഇസ്രായേൽ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലം, രാജാക്കന്മാരുടെ കാലം അങ്ങനെ കഴിഞ്ഞുപോയി. അവിടുന്ന് ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നു. ബാബേൽ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്ന ഇസ്രായേലിന് 70 ആഴ്ചവട്ടത്തിൻ്റെ ആനുകൂല്യം ദൈവം കൊടുക്കുന്നു. ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ആനുകൂല്യത്തിൽ ഈ രാജകീയ പുരോഹിത കുലമായി തീരുവാൻ ഉദ്ദേശിച്ചിരുന്ന ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. യേശുക്രിസ്തു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കുന്നു. മിഖായുടെ പുസ്തകത്തിൽ പറയുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് പറയും. അപ്പോൾ ഈ വാക്തത്വം നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനുകൂല്യ സമയം ഇസ്രായേൽ ദൈവം വെച്ചത്. ഇസ്രായേൽ മടങ്ങി വന്നു, ഒരാലയം പണിതു. അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവം ക്രിസ്തു എന്ന രക്ഷകനെ കൊടുത്തു. യേശുക്രിസ്തു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ചു. ബേത്ലഹേമിൽ ജനിച്ച യേശു 12-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ വന്ന് ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുവിനെ അംഗീകരിച്ച എത്ര പേരവിടെ ഉണ്ടായിരുന്നു? ഇവനൊരു ശിശുവല്ലേ? ഇവൻ യോസേഫിൻ്റെ മകനല്ലേ? ഇവൻ മറിയാമിൻ്റെ മകനല്ലേ? ഇവൻ്റെ സഹോദരന്മാർ ഒക്കെ നമ്മൾ അറിയുന്നതല്ലേ? ഇവൻ നസറേത്തിലല്ലേ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറേത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലിക്ക് മുക്കട പോലെ ഒരു പട്ടണ. അവിടെ വല്ല കച്ചവടം വിജയിക്കുമോ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇതൊക്കെയായിരുന്നു യഹൂദൻ്റെയും മറ്റുള്ളവരുടെയും ചിന്തകൾ. കർത്താവ് ഏതായാലും 12 വയസ്സിൽ തൻ്റെ വേല ആരംഭിച്ചു. അവിടെ നിന്ന്
കർത്താവ് തിരിച്ചു പോകുന്നതായിട്ട് പറയുന്നു. വീട്ടിൽ ചെന്ന് അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നു എന്ന്. ചില ആളുകൾ സംശയം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് മാറിപ്പോകും. 12 വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ പിന്നെ 29 വയസ്സായപ്പോഴാണ് കാണുന്നത്. ഇതുവരെ എവിടെയായിരുന്ന ചില ആളുകൾ, അതുവരെ എവിടെയായിരുന്നു? യേശു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ യേശു കുടുംബം നോക്കി ജീവിച്ചെന്നാണ്. ദൈവത്തിൻ്റെ വചനവും പഠിക്കുകയും കുടുംബം നോക്കുകയും അപ്പനെ അമ്മേനെയൊക്കെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പ്രസംഗിച്ചതുപോലെ എൻ്റെ നിമിത്തം അപ്പനെയും അമ്മയെയും ഭാര്യയെയും ഉപേക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നാണ്. കർത്താവ് ഏതായാലും കുടുംബമൊന്നും ഉപേക്ഷിക്കാൻ പോയില്ല, കുടുംബത്തോട് കൂടി തന്നെ. അപ്പം നമ്മൾ കർത്താവിൻ്റെ പ്രവർത്തന വേല ആരംഭിക്കുന്നത് കാണുന്നത് AD 29 യേശു യോർദാനിൽ സ്നാനമേൽക്കുവാൻ വരണം. അത് പ്രത്യേക ഒരു കാലഘട്ടമായിരുന്നു കർത്താവിൻ്റെ ആ വരവിൻ്റെ സമയം. അന്ന് കർത്താവിന് മുന്നോടിയായിട്ട് ദൈവം ഒരാളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകനെയാണ്. യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിലുള്ള കാലത്തിൻ്റെ ബന്ധവും പൊരുത്തവും വലിയ നിർണയങ്ങളെയാണ് കാണിക്കുന്നത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്ന്, അതൊക്കെ ഈ വാക്യങ്ങളൊക്കെ എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളായതുകൊണ്ടാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. അപ്പം അതിന് ശേഷം ന്യായപ്രമാണത്തിനോ ന്യായപ്രമാണ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്കോ വിലയില്ല എന്നുള്ളതാണ്. അത് യോഹന്നാൻ തന്നെ കാണിച്ചു കൊടുത്തു. യോഹന്നാൻ സെക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും മകനാണ്. അബിയാർകൂറിൽ സെക്കരിയാവിൻ്റെ മകനായി യോഹന്നാൻ. സെക്കരിയാവ് പുരോഹിതൻ വർഗത്തിൽപ്പെട്ടയാണ്. ആ പുരോഹിത വർഗത്തിൽ ജനിച്ച യോഹന്നാനും പുരോഹിതനായിരിക്കാൻ യോഗ്യതയുള്ളവനാണ്. പക്ഷേ യോഹന്നാൻ അവിടെ പൗരോഹിത്യം അവസാനിപ്പിക്കുന്നതായി കാണിക്കുന്നു. എങ്ങനെയാണ്? ന്യായപ്രമാണപ്രകാരമുള്ള പുരോഹിതന്മാരുടെ വേഷവും ഭക്ഷണവുമല്ല യോഹന്നാൻ കഴിച്ചത്. അത് അശുദ്ധിയ. കാട്ടുതേനും വെട്ടുക്കിളിയും. പിന്നെ യോഹന്നാന്റെ വസ്ത്രമോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാർ. വേഷത്തിലും ഭക്ഷണത്തിലും പൗരോഹിത്യം അവസാനിച്ചതായിട്ട് യോഹന്നാൻ കാണിക്കുന്നു. അപ്പം ഇനി ന്യായപ്രമാണ പ്രകാരമുള്ള പൗരോഹിത്യത്തിന് ആവശ്യമില്ല. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രത്യേക രാജകീയ പുരോഹിത കുലമായിരിക്കുമെന്ന് പറഞ്ഞു. ആ നിഴലിലെ ആലയവും നിഴലിലെ പൗരോഹിത്യവും ആചാര അനുഷ്ഠാനങ്ങളും യോഹന്നാന്റെ കാലത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പോ ആ പുരോഹിത കുലത്തിൽ പോലും ഇസ്രായേലിന് യോഗ്യതയില്ലാതെ പോയി. ജഡിക ഇസ്രായേൽ ആ ഭൗമിക തലത്തിലുള്ള കാര്യത്തിൽ പോലും യോഗ്യതയില്ലാതെ പോയ ഇസ്രായേലാണ് ഇനി സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിനോടുകൂടെ ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നത്. ന്യായവിധിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, ന്യായവിധിയുടെ വ്യവസ്ഥ എന്താണ്, ന്യായവിധിയുടെ നിയമം എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് ഈ മാതിരി
വേദാനുസരണമല്ലാത്ത ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് വേദപുസ്തകം ശരിക്ക് പഠിക്കാൻ തന്നെ. അപ്പൊ ജനീയ ഇസ്രായേലിന് ന്യായപ്രമാണപ്രകാരമുള്ള രാജകീയ പുരോഹിത കുലമായിരിക്കാൻ പറ്റിയില്ല. ഒടുവിലത്തെ രാജാവായ സെദെക്കിയാവിന് ബാബേൽ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം കാണുക അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അപ്പൊ രാജാവും പോയി, പൗരോഹിത്യവും പോയി. ഇനി എങ്ങനെ ഇസ്രായേലി രാജകീയ പുരോഹിത കുലമായി തീരാൻ കഴിയും? ഇനി പുതിയ നിയമപ്രകാരം എങ്ങനെയെങ്കിലും രാജകീയ പുരോഹിത കുലമായി തീരുവാൻ അവസരമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. AD 29 യേശുക്രിസ്തുവിൻ്റെ വേല ആരംഭിച്ചു. കർത്താവിന് ആ വേല 3.5 വർഷം കൊണ്ട് അവസാനിപ്പിക്കണം. കാരണം ഒടുവിലത്തെ 70ാമത്തെ ആഴ്ചവട്ടം 7 വർഷമേ ഉള്ളൂ. 29/7/36 ഈ വേല തീരണം. അതിന് കർത്താവിൻ്റെ വേല ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവസാനിക്കും എന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം മുൻകൂട്ടി അരുളി ചെയ്തിരിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്നുള്ളത് നിവൃത്തിയാകണം. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഇതൊന്നും യാദൃച്ഛികമായ സംഭവമല്ല. യുക്തിവാദികളും നിരീശ്വരവാദികളും സങ്കല്പിക്കുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയുമല്ല യേശുക്രിസ്തുവിൻ്റെ ജനനം. അതെല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതൊന്നും യാദൃച്ഛിക സംഭവമല്ല. കർത്താവിൻ്റെ ബലഹീനത കൊണ്ടല്ല കർത്താവിനെ ക്രൂശിച്ചത്. കർത്താവ് പാപപരിഹാര ബലിയായി തീരുവാൻ വന്നവനാണ്. ആ ബലി പൂർത്തിയാക്കി. അപ്പോൾ AD 29 മുതൽ 3.5 വർഷക്കാലം ആയപ്പോഴത്തേക്കും യഹൂദനിൽ നിന്ന് കർത്താവിനെ കുറച്ചു പേരെ കിട്ടി. പഴയ നിയമത്തിലെ രാജകീയ പുരോഹിത കുലത്തിലേക്ക് ആൾ കിട്ടിയില്ലല്ലോ. അവരാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ കർത്താവിന് ആദ്യം കിട്ടിയത് 12 പേര്. പത്രോസിനെ ആദ്യം കിട്ടിയെന്നാണ് പറയുന്നത്. പത്രോസ് തുടങ്ങി 12 ശിഷ്യന്മാര്. അവരുടെ പ്രവർത്തനവും അവരുടെ ഉപദേശവുമാണ് നമുക്ക് ആദ്യമായി ലഭിക്കുന്നത്. അവിടെ മുതൽ അവരുടെ വേല ആരംഭിക്കുകയാണ്. കർത്താവ് 33.5 വയസ്സോടുകൂടി തൻ്റെ ബലി പൂർത്തിയാക്കി അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ വളരെ ചുരുക്കം പേരെയാണ് യഹൂദജാതിയിൽ നിന്ന് കർത്താവിന് അന്ന് കിട്ടി. ഈ രാജകീയ പുരോഹിത കുലം ഇത് യഹൂദന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. വേറെ ആരെയും അതിന് ഉൾപ്പെടുത്തിയിട്ടില്ല. മൊത്തം യഹൂദന് വേണ്ടിയിട്ടാണെന്നാണ് പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ബലിമരണം ലോകത്തിലുള്ള സർവ മനുഷ്യർക്കും വേണ്ടിയിട്ടല്ല, യഹൂദന് വേണ്ടി മാത്രമല്ല യേശു കാൽവരി ക്രൂശിൽ യാഗമായി. യേശുവിൻ്റെ ജനനത്തെങ്കിൽ എന്താ ദൂതന്മാർ പറഞ്ഞേ? സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
സർവലോകവും എന്ന് പറഞ്ഞാൽ എന്താ? ആദാം മുതൽ അവന്റെ സന്തതി പരമ്പരകൾ എല്ലാവരും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ജനിക്കുന്ന തലമുറകൾക്കും പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. അതെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ യഹൂദന് വേണ്ടി മാത്രമല്ല കർത്താവ് ക്രൂശിക്കപ്പെട്ടത് എന്നോർക്കണം. ഇനി നമുക്ക് ആ കാര്യം ശരിയാണെന്നോ, ഇസ്രായേല് മുഴുവനായിട്ട് രാജകീയ പുരോഹിത കുലത്തിൽ ചേർന്നോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റോമാലേഖനത്തിൽ അപ്പോസ്തലൻ ഈ കാര്യങ്ങൾ നമുക്ക് വിശദമാക്കി തരുന്ന ചില ഭാഗങ്ങൾ. റോമാലേഖനം 9-ാം അധ്യായം 6-ാം വാക്യം, 25, 26, 27, 28, 29 വാക്യങ്ങൾ. റോമാലേഖനം 9:6 മുതൽ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രാഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. പിന്നെ ആരാ മക്കളാകണേ? ഇസ്ഹാക്കിൽ നിന്നും ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്നും വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി, മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. അപ്പൊ ജഡപ്രകാരം ജനിച്ച മക്കളല്ല മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് മക്കൾ. ഏത് വാഗ്ദത്തം? ഏതാണ് വാഗ്ദത്തം? അബ്രഹാമിന് എന്ത് വാഗ്ദത്തമാണ് ദൈവം കൊടുത്തത്? ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്കൊരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അപ്പോ സാറായിൽ നിന്ന് ജനിക്കുന്നതാണ് വാഗ്ദത്ത സന്തതി. അപ്പൊ സാറായിൽ നിന്നല്ലേ ഇസ്രായേലി ജനിച്ചത്? സാറായിൽ നിന്നല്ലേ ഇസ്രായേലി ജനിച്ചത്? ഇപ്പൊ ജഡപ്രകാരമുള്ള ജനനം ഈ രാജകീയ പുരോഹിത കുലത്തിന് ഉതകുന്നതല്ല. ആത്മപ്രകാരം ഒരു ജനനം വേണം. അബ്രഹാമിന്റെ സന്തതി ആയി ജനിക്കുന്നത് ആത്മപ്രകാരമാണ്. ജഡിയ ഇസ്രായേലിന് കിട്ടിയ പ്രമാണം ന്യായപ്രമാണമാണ്. അത് ജീവന്റെ പ്രമാണമല്ലായിരുന്നു, അത് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണമായിരുന്നു. ആത്മാവിന്റെ പ്രമാണം അത് ക്രിസ്തുവിന്റെ പ്രമാണമാണ്. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ കൂടി ജനിക്കുന്നവനാണ് അബ്രഹാമിന്റെ സന്തതിയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ജഡപ്രകാരമുള്ള ജനനമല്ല, ആത്മപ്രകാരമുള്ള ജനനമാണ് സന്തതിയായിട്ട് വിവക്ഷിക്കുന്നതെന്നാണ്. 27, 28, 29 വാക്യം. 25 മുതൽ. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നും വിളിക്കപ്പെടും. നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഇസ്രായേലിന്റെ ഈ വിളിയിലേക്കുള്ള സമയം കഴിഞ്ഞു. AD 33 ആയപ്പോഴത്തേക്കും ഈ രാജകീയ പുരോഹിത കുലത്തിലേക്കുള്ള വിളിയുടെ സമയം കഴിഞ്ഞു. അത് കേൾക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. AD 36 ജാതീയനായ കൊർന്നല്യോസ് ഈ ദിവ്യ കൃപയിലേക്ക് ആദ്യമായി പ്രവേശിക്കുകയാണ്. ആ കൊർന്നല്യോസിന്റെ വരവിനെ കുറിച്ച് എപ്പോ വായിച്ച ഏതാ? ജനമല്ലാത്തവരെ എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവരെ പ്രിയ എന്നും വിളിക്കും. ഇസ്രായേലിൽ നിന്നും ദൈവകൃപ ജാതിയിലേക്ക് പോയി. ജാതിയിലേക്ക് ദൈവകൃപ പോയി.
അപ്പൊ പിന്നെ രാജകീയ പുരോഹിത കുലത്തിലേക്ക് ഇനി ആരെയാ തെരഞ്ഞെടുക്കേണ്ടത്? ജാതികളെയാണ് ഇനി തെരഞ്ഞെടുക്കുന്നത്. ജാതികളെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേലിനെ സഹസ്രാബ്ദ വാഴ്ചയിൽ പൂർണ്ണമായിട്ട് പങ്കെടുപ്പിക്കാൻ പറ്റുമോ? ജാതികളും ഇസ്രായേലും ചേർന്ന ഒരു സങ്കര വിഭാഗമാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് പറയാനേ പറ്റൂ. അല്ലാതെ യഹൂദന് മാത്രമാണ് ഈ പ്രത്യേക കൃപയെന്ന് പറയാൻ പറ്റില്ല. റോമാലേഖനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. അവിടെ എഴുതിയിട്ടില്ലെന്ന് നോക്കി. 27-ാം വാക്യം, റോമാലേഖനം 27-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. നിസാരം എണ്ണം രക്ഷിക്കപ്പെടും. അപ്പോൾ മുഴുവനായിട്ട് ഇസ്രായേലിൽ നിന്നും ഈ രാജകീയ പുരോഹിത കുലത്തിലേക്ക് വരുവാൻ സാധിച്ചില്ല. ഗലാത്യ ലേഖനം 3:6, 7, 8 വാക്യമൊന്നും അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3:6 അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രാഹാമിന്റെ മക്കൾ എന്നറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ ഈ വിശ്വാസത്തിന്റെ നീതീകരണം ജാതികളിലേക്ക് പോയി. ആ വിശ്വാസം ഏത് വ്യവസ്ഥയിന്മേലാണ്? അബ്രാഹാമിൽ കൂടെയുള്ള വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ. അബ്രാഹാമിന്റെ അതേ വിശ്വാസമുള്ളവർ ജാതികൾ അബ്രാഹാമിന്റെ സന്തതിയായിത്തീരുന്നു. അതാണ് ആത്മീയ സന്തതി. അപ്പൊ അബ്രാഹാമിന്റെ വാഗ്ദത്തവും അവർക്ക് നൽകപ്പെടും എന്ന അപ്പോസ്തലൻ വളരെ വിശദമായിട്ട് പറയുന്നു. 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്തുകൾ മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട്, ഇത് അബ്രാഹാമിനോടും അറിയിച്ച കാലമാണ്. പിതാവായ ദൈവത്തിന്റെ ഓർമ്മയിലിരിക്കുകയാണ്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രാഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേലും ജാതികളും ചേർന്ന 144,000 അടങ്ങുന്ന ഒരു ഗണം, അവരാണ് അബ്രാഹാമ്യ വാഗ്ദത്ത സന്തതി. എന്നാൽ അബ്രാഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ആ സന്തതി ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നു. വാഗ്ദത്ത സന്തതി ക്രിസ്തു ആയിരുന്നു. ക്രിസ്തു എന്ന് പറയുമ്പോൾ ശിരസും ശരീരവും ചേർന്ന ക്രിസ്തു. ആ ശിരസും ശരീരവും ചേർന്ന ക്രിസ്തുവാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഗലാത്യ ലേഖനം 3:14 വാക്യം. അതോടെ വായിച്ചാൽ നമുക്ക് അവസാനിക്കും. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനോ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം വിശ്വാസത്താൽ ആണ് വന്നിരിക്കുന്നത്, പ്രവൃത്തിയാലല്ല. അബ്രാഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്കും വരേണ്ടതിന് ദൈവം ചില സൗകര്യത്തിനായിട്ട് വേദപുസ്തകത്തിൽ 2 ജാതികളെ കുറിച്ച് പറയുന്നു. ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിട്ടല്ല,
യഹൂദനെന്നും ജാതികളെന്നും രണ്ട് വിഭാഗമായിട്ട് മനുഷ്യ സമൂഹത്തെ വേർതിരിച്ച് പറയുന്നു. അത് പ്രത്യേക ചില ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ല. ദൈവത്തിൻ്റെ ചില കൽപ്പനകൾ, നിർണയങ്ങൾ, വാക്തത്വങ്ങൾ എല്ലാം ഒരു അടുക്കും ചിട്ടയായിട്ട് ഒരു ജാതിയെ ഏൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതിയെ തിരഞ്ഞെടുത്തു എന്നുള്ളൂ. അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് വായിച്ചാൽ അത് മനസ്സിലാകും എന്തിനാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളത്. പക്ഷേ ദൈവം ഉദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് പ്രകാരം ഇസ്രായേല് മുമ്പോട്ട് പോയില്ലെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം ഉദ്ദേശിച്ച ആ അനുഗ്രഹങ്ങൾ ഭാവിയിൽ ഇസ്രായേലിന് കൊടുക്കും. അതെന്താ ആ അനുഗ്രഹം? എന്താ അത്? സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതിൽ കൂടെ ഇസ്രായേലിനും അനുഗ്രഹം വരും. അപ്പൊ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സകല ജാതികളും ശാപത്തിന്റെ കീഴിലാണ്. ശാപം നീക്കുമ്പോൾ അനുഗ്രഹം വരും. എന്താ പറഞ്ഞ ആദാമിനോട്? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശാപത്തിന്റെയും പാപത്തിന്റെയും ഫലമായി ആണ് മരണം കടന്നു വന്നത്. ഈ മരണം നീക്കുമ്പോൾ ഇസ്രായേലിനും മറ്റുള്ളവരെ പോലെ ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ കഴിയും. ഇതാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. ഇത്രയേ ഉള്ളൂ. അതിലെ പരമവിളിയിലേക്ക് ഇസ്രായേലിന് മുഴുവനായിട്ട് വരാമെങ്കിൽ അവർക്ക് വരാമായിരുന്നു. പക്ഷെ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ എന്നെ കാണുകയില്ല. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ യഹൂദന് കർത്താവിനെ അറിയാൻ പറ്റും, അതിനുള്ള അവസരമുണ്ടാകും. കർത്താവിൻ്റെ 1ാമത്തെ വരവിൽ യഹൂദനൊരു ജാതി എന്ന നിലയിൽ കർത്താവിനെ അംഗീകരിച്ചില്ല. അവരൊരു ജാതി എന്ന നിലയിൽ അവനെ തള്ളിക്കളഞ്ഞു. അവനെ ക്രൂശിക്ക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളിന്മേലും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും 2520 വർഷം അവർ പറഞ്ഞതുപോലെ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നു. അവർക്ക് ഇനി മാനസാന്തരത്തിനുള്ള വഴികൾ ഇപ്പോൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവർക്കും ഈ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചനത്തിനുള്ള വഴി തുറക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഈ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും അത് ജഡപ്രകാരമുള്ളതല്ല, ആത്മപ്രകാരമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും വാഗ്ദത്തങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. യഹൂദന് മാത്രമല്ല, ബാക്കിയുള്ള സകല ജാതികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം. ഇനി ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇസ്രായേലിന് കനാൻ ദേശം മുഴുവനായിട്ട് കൊടുത്തോട്ടെ, നമുക്ക് വിരോധമില്ല. നമുക്ക് എവിടെയെങ്കിലും താമസിക്കാൻ സ്ഥലം കിട്ടിയാൽ പോരെ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ആകുലപ്പെടേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ യഹൂദനുള്ള പങ്ക് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.